ഞാൻ പരിവാർ മൂവി കണ്ടു. അടിപൊളിയാണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡയലോഗ്സിനൊക്കെ നല്ല കൗണ്ടർ ഡയലോഗ്സ് ആണ്. കുറേ ചിരിച്ചു. നല്ലൊരു ഫാമിലി മൂവി. അടിപൊളി, സൂപ്പർ. എല്ലാവരും പെർഫോമൻസിനെ പ്രത്യേകം പറയണ്ടല്ലോ. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹിൽഡ, അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, അതുപോലെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പറയാം. പടം കുഴപ്പമില്ല, നൈസാണ്, അടിപൊളിയാണ്. ഞാൻ വർക്ക് ചെയ്തതാണ്. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു ഡിഫറൻസ് ഒന്നും നമുക്കില്ല. നമ്മളെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഡയറക്ടേഴ്സ് തന്നെ ആയിരുന്നു. കാരണം വെച്ചാൽ പുതിയതാണോ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായില്ല. ഭയങ്കര കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണുന്നത്. സോ വളരെയധികം എക്സൈറ്റിംഗും ആയിരുന്നു, വളരെയധികം ഹാപ്പിയുമാണ്. അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയാണ് ഞാൻ വന്നത്. പിന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരു ഫൺ റൈഡ് ആയിരിക്കും, എല്ലാവരെയും ചിരിപ്പിക്കും. പിന്നെ ലാസ്റ്റിലേക്ക് കുറേ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വളരെ സ്വീറ്റ് ആൻഡ് സപ്പോർട്ടീവും ആണ് ഏത് സീന് ചെയ്യുമ്പോഴും ഒക്കെ. പിന്നെ അവരുടെ കൂടെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. താങ്ക് യു. പടം നല്ല പടമാണ്. എല്ലാവർക്കും ചിരിക്കാനും ചിന്തിക്കാനും സഹായിക്കുന്ന ഒരു പടമാണ്. ഞാനിതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് നിഷ എന്നുള്ളൊരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ എല്ലാവരും പരിവാർ കാണുക, തിയേറ്ററിൽ വന്ന് തന്നെ കാണുക, കുടുംബമായിട്ട് വന്ന് കാണണം, അഭിപ്രായങ്ങൾ പറയും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ അങ്ങനെ സീനിയേഴ്സ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ പിന്നെ ഫുൾ കോമഡിയാണ്. നമ്മൾ സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ഷൻ പറയുന്നവരെയും പുള്ളി എന്തെങ്കിലും കോമഡി വരെ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ നല്ലോണം ചിരിക്കും, കോമഡി ആയിട്ട് ഞാൻ നല്ലോണം ചിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും പ്രശാന്ത് ചേട്ടൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ത്രൂ ഔട്ട് റോളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പഞ്ചപാണ്ഡവരിൽ പിന്നെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഞാൻ, ഇവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഞാനിപ്പോൾ ഒരു ഫൈനൽ ഔട്ട് ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇവരുടെ കൂടെയാണ് കാണുന്നത്. ഡബിൻ്റെ സമയത്ത് കണ്ടതായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടപ്പോൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഒരു നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള സിനിമയാണ്. ചിരിക്കാനുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പാട്ടുകളാണ്. ബിജുപാൽ സാറിൻ്റെ കുറേ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. കാരണം തിയേറ്ററിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് കണ്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കൂടുതൽ റെസ്പോൺസ് അറിയാൻ ഞാനും വെയിറ്റിംഗ് ആണ്.